ഹലോ ഗായ്സ്, നമ്മുടെ ബൊഗൻവില്ലൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ നല്ല മഴയത്ത് ബൊഗൻവില്ലൊക്കെ പൂവിട്ട് അതൊക്കെ നല്ല ശരിയായി വരുന്നുണ്ട് കേട്ടോ. കാരണം മുട്ടുകളും പൂക്കളൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ ആണ്, ജസ്റ്റ് മുമ്പിൽ വെച്ചു എന്നുള്ളൂ. ഇതാണ് കണ്ടില്ലേ, ഇപ്പോൾ നല്ല മഴേൻ്റെ ടൈമാണ്. നിങ്ങൾ എല്ലായിടത്തും ഉണ്ടറിയില്ല, ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ. ചെറിയൊരു സങ്കടം, വൈറ്റൊക്കെ ഫ്ലവർ കൊഴിഞ്ഞു പോയി, അടുത്ത ഘട്ടം വരുന്നേ ഉള്ളായിരുന്നു. ഇതിന് മഴ കൊള്ളുന്നില്ല കേട്ടോ, കാരണം അത് അവിടെ ആയതുകൊണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, മഴത്തുള്ളികളാണ് ഫുൾ ഫ്ലവറുമേലും. ഇതൊക്കെ ഇപ്പോൾ ഫ്ലവർ ഇട്ട് നല്ല തളിർത്ത് വരുന്നേ ഉള്ളൂ ഫ്ലവറിങ് ഒക്കെ കേട്ടോ. ചെറിയൊരു സങ്കടമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പം മഴ ഇപ്പം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം. അത് വലിയ മഴയൊന്നുമില്ല കേട്ടോ, നല്ല പാറ്റൽ മഴയാണ്. ആ പാറ്റൽ മഴയിൽ ഫുള്ള് ഫ്ലവറുകളൊക്കെ നമ്മൾ വൈറ്റ് ആയിരുന്നു കേട്ടോ. വൈറ്റ് നമ്മൾ മുമ്പൊരിക്കൽ മാറ്റി നട്ടീനല്ലോ, അതാണ് ഇത്ര നല്ല തളിർപ്പിൽ വരേണ്ടത്. തണലത്തായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് വെയിലത്തേക്ക് മാറ്റിയിട്ടുള്ളൂ. ആ ഫ്ലവറില്ലാതെ വൈറ്റുകൾ മാത്രം നമ്മൾ മറ്റു പോട്ടിൽ നിന്ന് മാറ്റിയെടുത്ത് ഒറ്റയ്ക്ക് നട്ടിട്ടുണ്ടായിരുന്നു. 3 എണ്ണമായിരുന്നു നട്ടിന്. നമ്മൾ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നല്ല ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മഴ കൊണ്ടുപോകണം വെച്ചിട്ടൊന്നും സങ്കടമില്ല. പക്ഷേ ഈ ഫ്ലവറൊക്കെ ഇപ്പം ഇങ്ങനെ ഇട്ട് വിരിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അതാണ് ചെറിയൊരു സങ്കടം. ഇതൊക്കെ കണ്ടില്ലേ, ചെറിയൊരു സങ്കടം. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഫ്ലവറിങ് ഇട്ടൊക്കെ ഇത് അടുത്ത ഘട്ടം തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഒക്കെ മഴയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നമ്മളെ ഇത് പിന്നെ ഹൈബ്രിഡുകളൊന്നും മഴ കൊള്ളാത്തടത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഫ്ലവറിങ് ഇട്ട് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇനി കൊഴിഞ്ഞു പോട്ടാ, മുട്ടും ഫ്ലവറൊക്കെ. ഇന്നൊരു മഴയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊയ്യില്ല. ഇതൊക്കെ കണ്ടില്ലേ, നല്ല പീഞ്ഞ ഏകദേശം ഒരു കുടത്തിനുള്ള വെള്ളം എന്ന് പറയും പോലെയാണ്. ഭാരം കൊണ്ടെല്ലാം താഴത്തോട്ടങ്ങ് ചാഞ്ഞ് കിടപ്പിലാണ്. കണ്ടില്ലേ, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു. ഇതൊക്കെ 2 കളറിൻ്റെയും എല്ലാം ഒരുപോലെയാണ്. നിങ്ങളവിടെയൊക്കെ ഇപ്പോൾ മഴ ഉണ്ടോ? ഇതൊക്കെ കണ്ടില്ലേ, ഇലകളും പൂക്കളും എല്ലാം വെള്ളത്തിലാണ്. നമ്മളെ എല്ലാ ചെടികളും ഇട്ടാ എല്ലാതും ഇല്ല. അടീനിയം തീരെ മഴ കൊള്ളാത്തൊരു സൈഡിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുകളൊക്കെ വന്നതോടുകൂടി ഇതിൻ്റെ പൂക്കളൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വൈകാതെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഇതൊക്കെ താഴ്ത്ത് വീഴിക്കാരം. ഇതിൻ്റെ മേലിൽ ചട്ടക്കണ്ടം എന്തൊക്കെയോ വന്ന് വീണിട്ടുണ്ട്. എന്തിലും തിരക്കടില്ല, മാറ്റി. ഇത് നമ്മളെ ഫ്ലെയിം റെഡും സക്കൂറയാണ്. നമ്മൾ തണലത്തേക്ക് വെച്ചതായിരുന്നു, പക്ഷേ ഇതൊക്കെ മഴ കൊള്ളുമെന്ന് കണ്ടിട്ട്. ഇതൊരു തണലുള്ള സൈഡാണ്, ഇവിടേക്ക് മഴ പെയ്ത് തുടങ്ങണേ ഉള്ളൂ. അതാണ് ഫുള്ള് വെള്ളമായിട്ടില്ല. പാറ്റിപ്പോത്തിന് നമ്മളിതൊക്കെ മാറ്റി നമ്മളെ ഹൈബ്രിഡുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, മഴ കൊള്ളാത്തടത്ത് കിട്ടാം. കണ്ടില്ലേ, എല്ലാം ഇതൊക്കെ ഒന്നും ഇപ്പോൾ പോട്ട് മാറ്റി കുറച്ചായിട്ടുള്ളൂ വെച്ചിട്ട്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയെങ്കിലൊക്കെ അങ്ങ് തണലത്ത് എടുത്തട്ടെ വിചാരിച്ച് വെച്ചതായിരുന്നു. ഈ വീഡിയോ ഞാൻ എന്നാൽ പോസ്റ്റ് ചെയ്യാമെന്നൊന്നും വലിയ ഐഡിയ ഇല്ല, പക്ഷേ നമ്മൾ ഇന്ന് എടുത്തു എന്നുള്ളൂ. ഇതൊക്കെ നമ്മളെ ചില്ലി ഐസ്ക്രീം ഇതുണ്ടല്ലേ, ഇത് മഴയുണ്ട്. ഗോൾഡൻ സൺഷൈനാണ്, നല്ല മഴ കൊള്ളണം. ഇതിൻ്റെ തലപ്പ് ഇങ്ങോട്ട് നീണ്ടു വന്നാണ് കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാ നോക്കണം, ഇത് മഴ കൊള്ളാതിരിക്കാൻ. തല തിരിച്ച് വെച്ചാൽ മതി എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഫുള്ളായിട്ട് മഴത്താണ്. ഇത് പിന്നെ ഒന്നും കാട്ടാൻ പറ്റില്ലല്ലോ, അത് നിലത്തുള്ള നട്ട് വെച്ചേക്കണം. ഇതൊക്കെ പിന്നെ സങ്കടമില്ല, നമ്മൾ ഹൈബ്രിഡുകളൊക്കെ മഴ കൊള്ളുമ്പോഴും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ്. കണ്ടില്ലേ, ചെറിയൊരു സങ്കടം. ഇതൊക്കെ അങ്ങനെ വിരിഞ്ഞങ്ങ് തളിർപ്പ് വന്നിട്ടേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. നമ്മളെ വിങ്കാച്ചെടികളൊക്കെ വെള്ളത്തിലാണ് എല്ലാം എന്ന് പറയും പോലെ. ഇനി ഒരാഴ്ചക്ക് ഇങ്ങോട്ട് പൂക്കളൊന്നും കാണത്തില്ല, കാരണം മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. എല്ലാ പൂക്കളും വെയിലത്തുള്ള എല്ലാ പൂക്കളും പോവും. പിന്നെ ഒരേ ഒരു സന്തോഷം, നമ്മളെ അടീന് ഒന്നും മഴ ഉള്ളിനോടത്തല്ല കേട്ടോ. ഇതിലൊക്കെ നല്ല തിക്ക് പൂക്കൾ ഇട്ടിട്ടേ ഉള്ളായിരുന്നു. ഇനി ഇത് ഫുള്ള് വെള്ളം. ഇന്ന് തന്നെ ഇനി മഴ പെയ്തില്ല എന്നുണ്ട്. ഇപ്പോൾ ഒന്ന് പാറ്റി ഉഷാറായി പാറ്റി പോയിട്ടുള്ളൂ. ഇനി മഴ പെയ്തില്ലെങ്കിൽ ഈ പൂക്കളൊക്കെ ഇവിടെ തന്നെ നിൽക്കൂട്ടെ. ഇനി വെയിലറച്ചാൽ അതോ ഇത് അടുപ്പിച്ച് ഇനി കുറച്ച് നേരം കൂടി പെയ്താൽ ഫുള്ള് പോകുന്നുള്ളൂ. ഇതൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇതിലൊക്കെ ഇതൊക്കെയാണ് സങ്കടം കേട്ടോ. അതൊക്കെ ഇപ്പം വന്നിട്ടുള്ളൂ. എന്തിലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ചിലർ മഴ ഇല്ലാതെ സങ്കടപ്പെടുന്നവരും ഉണ്ട്. നമ്മൾക്ക് മഴ ഏറി പൂക്കൾ പോകുന്നുള്ള വെച്ചിട്ടല്ലേ. ചില സ്ഥലത്തൊന്നും വെള്ളത്തിന് വേണ്ടി വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെള്ളം ഇല്ലാഞ്ഞാൽ പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതില്ലാത്തവർക്കേ മനസ്സിലാവുള്ളൂ.
കാരണം നമുക്കൊരു പൂക്കൾ പോണീനാണ് നമ്മളിപ്പോൾ വെള്ളത്തെ കുറ്റം പറഞ്ഞത്. ചിലർക്ക് വെള്ളം വേണം, ചിലർക്ക് വെള്ളം വേണ്ടാത്ത വെള്ളം ചിലപ്പോൾ മഴ പെയ്തിട്ടുണ്ട്, ചിലർക്ക് വെള്ളം കയറും ചെയ്യും. അങ്ങനെയുള്ളവരും പലരും ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇപ്പോൾ നോർമലി വെള്ളത്തിൻ്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലം എല്ലാം വെള്ളം ഉണ്ട് കേട്ടോ. ഇതൊക്കെ അടുത്ത ഘട്ടം പൂക്കൾ വരുന്നേ ഉള്ളൂ, എങ്കിലും തിരക്കേടില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇത് നമ്മളെ ഉണ്ടായിട്ട് വരുന്ന ഐറ്റംസുകളും പല ഐറ്റംസുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊന്നും മഴ കൊള്ളൂല ചേട്ടാ. അങ്ങനെ അത് നമ്മളെ ഹൈബ്രിഡുകളൊക്കെ പാടെ തിരക്കേടില്ലാതെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ട്. എന്തായാലും പലതും പല കൊലത്തേക്കാണ് മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. എന്താ ഇതിലൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഇനി പൂക്കളൊക്കെ. അതൊക്കെ കഴിഞ്ഞാൽ പൂക്കളൊക്കെ മഴ ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂക്കളൊന്നും കാണില്ലല്ലോ. എല്ലാ ഇതിലും ഉണ്ട്. എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകണമെന്നുള്ളൂ. ഒക്കെ മഴയത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ. പക്ഷെ രസമാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല പഞ്ചായിട്ടുള്ള പൂവാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഭാരം കൊണ്ട് അങ്ങ് താഴ്ന്ന് കിടക്കുകയാണ്. പെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ എല്ലാതും നല്ല നാളെ നോക്കേണ്ടി എല്ലാ ചെടികളും ഒരു കുഞ്ഞു പുല്ലുകൾ വരെ നല്ല തല ഉയർത്തി നിൽക്കും. അങ്ങനെ നമ്മൾ അടീനെ ഒന്നും തീരെ മഴ കൊള്ളാത്തൊരിടത്താണ് നല്ല സൈഡിലായിട്ടാണ് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മഴ തീരെയും കൊള്ളാത്തത്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. നല്ല ആർച്ച് പെയ്യണമെന്നുണ്ടെങ്കിൽ കൊള്ളൂട്ടോ. അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷെയ്ഡ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിന് മഴ കൊണ്ട് പോകത്തില്ല എന്ന് വിചാരിക്കണു. അങ്ങനെ ഇവിടെ ചാരി വെച്ച് അടുപ്പിച്ചങ്ങ് വെച്ചിട്ടുണ്ട്, തറയോട് അടുപ്പിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. നമ്മളെ ചില്ലി ഐസ്ക്രീമും എല്ലാം അങ്ങ് അടുപ്പിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കാരണം മഴ കൊള്ളാതിരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ബൈ. വെറുതെ ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. ബൈ.